ശക്തമായ കീവിനെ നടുക്കി റഷ്യയുടെ വൻ വ്യോമാക്രമണം. ഏറ്റവും മാരകമായ ഒറഷ്നിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് റഷ്യ അതിശക്തമായ ആക്രമണം നടത്തിയത്. കൂടാതെ 600 ഡ്രോണുകളും 90 മിസൈലുകളും റഷ്യ ആക്രമണത്തിനായി ഉപയോഗിച്ചു. യുക്രൈന്റെ സൈനിക കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, വ്യോമതാവളങ്ങൾ, സൈനിക വ്യവസായ സമുച്ചയങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 50-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒറഷ്നിക് പുറമെ ഇസ്കന്ദർ, കിൻഷാൽ, സിർക്കോൺ എന്നീ അത്യാധുനിക മിസൈലുകളും റഷ്യ ഈ ആക്രമണത്തിനായി വിന്യസിച്ചു. നിരവധി ഡ്രോണുകളെയും പകുതിയോളം മിസൈലുകളെയും യുക്രൈൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധിച്ചെങ്കിലും അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളെ പൂർണ്ണമായി തടയാൻ കഴിഞ്ഞില്ല. കീവിലെ ജനവാസ മേഖലകൾ, സ്കൂളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവയുൾപ്പെടെ 40ഓളം കേന്ദ്രങ്ങളിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റഷ്യൻ സൈന്യത്തിന്റെ പക്കലുള്ള ഏറ്റവും വിനാശകരമായ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ഒറഷ്നിക്. ശബ്ദത്തേക്കാൾ 10 മടങ്ങ് വേഗതയിലാണ് ഈ മിസൈൽ സഞ്ചരിക്കുന്നത്. ഒറഷ്നിക്കിന്റെ അമിത വേഗതയും സഞ്ചാരപഥവും കാരണം അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ നിലവിലുള്ള ഒരു പാശ്ചാത്യ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇതിനെ തടയാൻ കഴിയില്ല. ഭൂമിക്കടിയിൽ 3-4 അതിലധികമോ നിലകൾ താഴെയുള്ള അതിശക്തമായ ബങ്കറുകളെ പോലും തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഒരു ഉൽക്കാശില പതിക്കുന്ന വേഗത്തിലാണ് ഇത് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുക. ഒരൊറ്റ മിസൈലിൽ നിന്നും തന്നെ വിട്ടുപിരിയുന്ന ഒന്നിലധികം പോർമുനകൾ ഉള്ളതിനാൽ ഒരേ സമയം വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതിന് സാധിക്കും. കൂടാതെ ആണവായുധങ്ങൾ വഹിക്കാനും ഒറഷ്നിക്കിന് കഴിയും. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ഇത് 3-ാം തവണയാണ് റഷ്യ ഒറഷ്നിക് പ്രയോഗിക്കുന്നത്. ആദ്യമായി 2024 നവംബറിൽ ഡിനിപ്രോയിലും പിന്നീട് ജനുവരിയിൽ ലിവീവിലും ഇത് ഉപയോഗിച്ചിരുന്നു. അതേസമയം റഷ്യയുടെ ഒറ്റ രാത്രി കൊണ്ടുള്ള ആക്രമണത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അപലപിച്ചു. ഒറഷ്നിക്കിന്റെ ഉപയോഗം റഷ്യയുടെ ആക്രമണ യുദ്ധത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നുവെന്നും എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു. റഷ്യ ഒറഷ്നിക് ഉപയോഗിക്കുന്നത് അശ്രദ്ധമായ വർധനവാണെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് പറഞ്ഞു. കൂടാതെ യുക്രൈന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്ന് ജർമ്മനിയുടെ പ്രതിജ്ഞ ആവർത്തിച്ചു. മൊത്തത്തിൽ റഷ്യ ഒറ്റ രാത്രി കൊണ്ട് ഉക്രൈനിലേക്ക് 600 ഡ്രോണുകളും 90 മിസൈലുകളും പ്രയോഗിച്ചതായിട്ടാണ് ഉക്രൈനിയൻ വ്യോമസേന അറിയിച്ചത്. വ്യോമ പ്രതിരോധം 604 ആയുധങ്ങൾ വെടിവെച്ചു വീഴ്ത്തി. തലസ്ഥാനത്തിനെതിരായ ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണിതെന്ന് സിബിഹ ഇതിനെ വിശേഷിപ്പിച്ചു. നിർഭാഗ്യവശാൽ എല്ലാ ബാലിസ്റ്റിക് മിസൈലുകളും വെടിവെച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായത് കീവിനായിരുന്നു. ഈ റഷ്യൻ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം കീവായിരുന്നുവെന്നും സെലൻസ്കി വ്യക്തമാക്കി. റഷ്യൻ അധിനിവേശ ഉക്രൈനിലെ ഒരു ഭാഗത്ത് നടന്ന മാരകമായ ഉക്രൈനിയൻ ആക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരവിട്ടതിന് പിന്നാലെയാണ് തലസ്ഥാനത്ത് രാത്രിയിൽ ആക്രമണം ഉണ്ടായത്. കിഴക്കൻ ലുഹാൻസ്കിലെ റഷ്യൻ അധിനിവേശ പട്ടണമായ സ്റ്റാറോബിൽസ്കിലെ ഒരു കോളേജ് ഡോർമിറ്ററിയിൽ ഉക്രൈനിയൻ ഡ്രോണുകൾ ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഉക്രൈൻ ഒരു തീവ്രവാദ പ്രവൃത്തിയാണെന്നും പുടിൻ ആരോപിച്ചു. ഉക്രൈനിയൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം 18ആയി ഉയർന്നതായി റഷ്യൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ ഡാസ് ശനിയാഴ്ച പറഞ്ഞു. റഷ്യയുടെ അടിയന്തര സാഹചര്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് 3 പേർ കൂടി അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി കരുതപ്പെടുന്നു. റഷ്യൻ പ്രദേശത്തെ സിവിലിയൻ ലക്ഷ്യങ്ങളിൽ ഉക്രൈൻ നടത്തിയ ഭീകരാക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഒറഷ്നിക്കും മറ്റ് ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഞായറാഴ്ച പറഞ്ഞു. പുടിന്റെ അവകാശവാദം തള്ളിക്കളഞ്ഞ ഉക്രൈൻ സൈന്യം സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിച്ചതായി ആവർത്തിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ ആക്രമിച്ച ലക്ഷ്യങ്ങളിൽ സ്റ്റാറോബിൽസ്ക് പ്രദേശത്തെ റൂബിക്കൺ യൂണിറ്റിന്റെ ആസ്ഥാനങ്ങളിൽ ഒന്ന് ഉൾപ്പെടുന്നുവെന്നും അത് കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.